നീ മന്ദിരം ഉണ്ടാക്കലിന്നൊരു നല്ലതാ, കവിഞ്ഞാൽ ചുമന്നും നാളെ നീ നിൽക്കേണ്ടതാ. ഇതുപോലെ തന്നനസാൽ റിവായത്തുള്ളതാ, സിറാജുൽ മുനീറിൽ നോക്കിയാൽ കാണുന്നതാ. ഇരുന്നിട്ട് വേണേ പാദരക്ഷ ധരിക്കുവാൻ, നിന്നിട്ട് വേണേ മുണ്ട് തലയിൽ കെട്ടുവാൻ. ഷൂ പോലെയുള്ളതിൽ കാലിടല്ലേ തീരെ, തട്ടിക്കുടഞ്ഞിട്ടാകണേ അത് പോരേ. രോമം കടിച്ച് മുറിക്കലും നന്നല്ല, വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല. മുണ്ടിൻ്റെ കോന്തലയാൽ മുഖം തുടക്കല്ലേ, മക്ബറകളിൽ നിന്നിട്ട് നീ ചിരിക്കല്ലേ. കൂസിൻ്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ, അതിനുള്ളിലെന്തോ കയറിയാൽ അറിവില്ലേ. വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ട് നീ കിടക്കേണ്ടതാ, കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ. ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിന് കമിഴ്ന്ന് നീ കിടക്കല്ലേ. വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ, ഇതുപോലെ നബിയെ ആയിഷ ബി കണ്ടതാ. ദിനമെട്ട് സാഅത്തിൽ കവിഞ്ഞുറങ്ങല്ലേ, അതു തന്നെ വയസ്സിൽ 3-1 ഉളുവോട് കൂടി ഉറങ്ങലും വേണ്ടുന്നതാ. അർശോട് റൂഹിന് ബന്ധമത് കൊണ്ടുള്ളതാ, അത് കാരണം അവനുള്ള സ്വപ്നം സത്യമാ എന്നുള്ള തിരുമൊഴിയും അവാരിഫിൽ വ്യക്തമാ. ഉളുവോട് കൂടിയുറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരെ. അതുമാത്രമല്ലിനി നീ മരിച്ചുറക്കത്തിലെ ഒരുമിച്ചിടാം സുഹദാക്കളെ ലജ്നത്തിലേ. പാത്രം പെറുക്കുന്നതിന് മുമ്പായി തിന്ന സ്ഥാനത്ത് നിന്നെഴുന്നേറ്റ് പോകരുതെന്ന യഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അതിനുള്ള 2ാം ഭാഗമിൽ ഇത് വന്നതാ. വായ് കഴുകണേ കുടിച്ചാൽ ഉടൻ നീ പാല്, കൈ കഴുകണേ പെരുമാറിയാൽ നീ ചൂല്. ചോദിച്ചിടണ്ട അരക്കനോടി നീ മാല്, പാലാക്കുവാൻ നീ നോക്കിടണ്ട കീല്. നീട്ടല്ല നീ ഖുർആന്റെ നേരെ കാല്, ഖിബലക്ക് നേരെയും നല്ലതല്ലിയ ഹാല്. നീ രാത്രിയിൽ കണ്ണാടി നോക്കരുതെന്ന കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നാ. തിരുവചനമായി നുസ്ഹത്ത് 2ാം ഭാഗമിൽ കാണുന്നതാ ഒരു 121. വഴി പോലെ ചെയ്യാൻ സയ്യിദി പഠിപ്പിച്ചുതാ, വഴിയിൽ പിഴക്കാതെ ദിനും തൗഫീഖ്. നബി തങ്ങളിൽ ഗുണം ചെയ്യണേ കുടുംബത്തിനും, യാ റബ്ബന അതുപോലെ തന്നെ സ്വഹാബിനും.